പ്രഭാത വിചാരമൊരുക്കുന്ന ക്രിസ്മസ് ഒരുക്ക ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. വിസ്മയങ്ങളുടെ ഈ അത്ഭുത ലോകത്ത് പിറക്കാൻ ഇടം കിട്ടാത്തവൻ്റെ ദിവസമാണ് സത്യത്തിൽ ക്രിസ്മസ് അനാവരണം ചെയ്യുന്നത്. ഇടമില്ലാത്തവന് ഇടമായി ക്രിസ്മസ് മാറുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകലരെയും സകല സൃഷ്ട വസ്തുക്കളെ സ്വീകരിക്കുവാൻ ഹൃദയത്തിൽ ധാരാളം ഇടമുണ്ടായിരുന്നവനായിരുന്നു നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. അവനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെ സകലത്തിൻ്റെയും ഉടയവനായ നാഥ എന്നാണ്. എന്നിട്ടും ലോകത്തിൽ അവന് പിറക്കാൻ ഇടം കിട്ടിയില്ല, ഇടം കൊടുത്തില്ല. സകല സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും സുഖങ്ങളും മനുഷ്യന് വാരിക്കോരി കൊടുത്തവൻ ഏറെ നിസ്സഹായനായിട്ടാണ് ഈ ഭൂമിയിൽ വന്ന് പിറന്നതെന്ന് ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കന്യകാത്വമുള്ള അന്നുവരെയും ആരും പ്രവേശിച്ചിട്ടില്ലാത്ത ഒരു ഗുഹയിൽ കന്യക മറിയാമിൻ്റെ സ്നേഹവാത്സല്യ പരിലാളനങ്ങളേറ്റ് അവൻ പിറന്നു. അവനെ കാലിത്തൊഴുത്തിൽ കിടത്തി അവൻ പ്രപഞ്ചത്തിന് വെളിപ്പെട്ടു വന്നു. മറ്റെങ്ങും സ്ഥലം കിട്ടാത്തതും മറ്റാരും സ്ഥലം തരാത്തതുമായ തിക്താനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട് എന്ന് ഈ ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തിരസ്കരണത്തിൻ്റെയും ഇല്ലായ്മയുടെയും അനുഭവങ്ങളായിട്ടാണ് നാം അതിനെ മനസ്സിലാക്കുന്നത്. നൊമ്പരപ്പെടുത്തുന്ന ഇത്തരം അനുഭവങ്ങളിലൂടെ ആകും നമ്മുടെ രക്ഷകനും രക്ഷയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ നിസാരതകളും ഇല്ലായ്മകളും രക്ഷയുടെ മാധ്യമമായി തീരാമെന്ന് ഒരു സാധ്യത ഈ ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ തുറക്കുന്നുണ്ട്. കർത്താവിൻ്റെ ജനനം എന്തുകൊണ്ട് ഒരു ഗുഹയിലായിരുന്നു എന്നുള്ള ചോദ്യത്തിന് സുവിശേഷം നൽകുന്ന ഉത്തരം ദൈവത്തിൻ്റെ ഹിതം അപ്രകാരമായിരുന്നു എന്നല്ല, മറിച്ച് സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിക്കാഞ്ഞതിലാണ് അവനൊരു ഗുഹയിൽ പിറക്കേണ്ടി വന്നതെന്നാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. സത്രത്തിൽ സ്ഥലം ലഭിക്കാത്തതിനാൽ ഒരു ഗുഹയിൽ ജനിച്ച് ഒരു പുൽത്തൊഴുത്തിൽ കിടക്കേണ്ടി വന്നവനാണ് നമ്മുടെ കർത്താവെന്ന് നാം മറന്നു പോകരുത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം ഈ സത്യമാണ് അടിവരയിടുന്നത്. പിന്നീട് രക്ഷകനായി ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള അടയാളമായി മാറുന്നത് ഈ ജനനം തന്നെയാണ്. പുൽത്തൊഴുത്തിൽ കിടക്കുന്ന ശിശു എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ ഒരു അടയാളവാക്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ രക്ഷകൻ്റെയും രക്ഷയുടെയും പ്രതീകമായി മാറുകയാണ് ഈ പുൽത്തൊഴുത്ത്. ദൈവപുത്രന് ജനിക്കാൻ സത്രത്തിൽ സ്ഥലം തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല അവനൊരു ഗുഹയിൽ ജനിക്കേണ്ടി വന്നത്, അവനൊരു പുൽത്തൊഴുത്തിൽ കിടക്കേണ്ടി വന്നത്. പിന്നെയോ ഏറ്റവും വലിയ ഒന്നിൻ്റെ എളിയ ആരംഭം കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രശസ്തരായ വ്യക്തികളുടെ ജനനസ്ഥലവും വീടുമൊക്കെ പ്രശസ്തങ്ങളാണ്. ക്രിസ്മസ് നാളിൽ 1000 വട്ടം അനുസ്മരിക്കുന്ന പുൽക്കൂടിനും കാലിത്തൊഴുത്തിനും എങ്ങനെയാണ് ആ ഓർമ്മ കൈവന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ നസ്രയത്തിലെ
ഒരു സത്രത്തിന് ലഭിക്കാമായിരുന്ന ഏറ്റവും വലിയ ബഹുമതിയും ആദരവുമല്ലേ അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. സത്രവും കാലിത്തൊഴുത്തും ഇന്നത്തെ മനുഷ്യൻ്റെ രണ്ട് പ്രതിരൂപങ്ങളായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കണം. അലങ്കാരങ്ങളും ആഘോഷങ്ങളും ആർഭാടങ്ങളും ആചാരങ്ങളും കൊണ്ട് നിറയ്ക്കപ്പെട്ടതിനാൽ യേശുവിന് ജനിക്കാൻ ഇടമില്ലാതെ പോകുന്ന അടയ്ക്കപ്പെട്ട സത്രം പോലെയാണ് ഇന്ന് മനുഷ്യൻ്റെ ഹൃദയങ്ങൾ ഇന്ന് നാം മറന്നു പോകുന്നത്. എന്തുകൊണ്ടാണ്? ഒരു വശത്ത് ആഘോഷങ്ങളുടെയും ആഡംബരങ്ങളുടെയും വലിയ ആർത്തനാദങ്ങൾ ഉയരുകയാണ്. എന്നാൽ നമ്മുടെ മുന്നിൽ വിനയത്തിൻ്റെ മാതൃകയായി കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കാതെ പോകുന്നുണ്ടെങ്കിൽ നാം എന്തൊക്കെയോ ശാഠ്യങ്ങളുടെയും തിന്മകളുടെയും കൂടെയാണ് സംഘയാത്ര ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. ഇല്ലായ്മയുടെ നടുവിൽ സദായിപ്പോഴും തുറന്നിട്ടിര വാതിലായിരുന്നു കാലിത്തൊഴുത്തിനുണ്ടായിരുന്നത്. ആ കാലിത്തൊഴുത്തിൻ്റെ വാതിൽ ഒരിക്കലും അടച്ചിരുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ ഹൃദയവും അടച്ചിടാത്ത വാതിലുകൊണ്ട് സ്വർഗം മെനഞ്ഞുണ്ടാക്കിയ ഏറ്റവും വിശിഷ്ടമായിരുന്ന ഒരിടമായിരുന്നു. അതുകൊണ്ടാണ് ക്രൈസ്തവരായി നമ്മളോട് ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിടണമെന്ന് വചനം അനുശാസിക്കുന്നത്. ഇല്ലാത്തവനോട്, കുറവുള്ളവനോട്, പോരായ്മയുള്ളവനോട്, ബലഹീനനോട് തുറന്ന ഹൃദയത്തോടെ ഇടപഴകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ തുറവി പര്യാപ്തമായി തീരുന്നുണ്ടോ എന്ന് ഈ ക്രിസ്മസിൻ്റെ അനുഗ്രഹീത സന്ദർഭങ്ങളിൽ നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കാൻ ഇടമില്ലാതെ പോകുന്നത്? നമ്മുടെ സ്വാർത്ഥ ചിന്തകൾ, നമ്മുടെ വക്രചിന്തകൾ, നമ്മുടെ വിദ്വേഷം, പക, ശത്രുഭയം, മരണഭയം എല്ലാം നമ്മെ അസ്വസ്ഥതകളുടെ നീർച്ചുഴിയിലേക്ക് തള്ളിവിടുകയും നമ്മുടെ ഹൃദയത്തിൽ ഇനി ഒരു സത്ചിന്തയ്ക്ക് പോലും ഇടമില്ലാതെ വണ്ണം കൂരിരുട്ട് നിറയുകയും ചെയ്യുന്നത് കൊണ്ടല്ലേ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ പിറക്കാൻ കഴിയാതെ പോകുന്നത്? മറിച്ച് സൗമ്യതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും കാരുണ്യത്തിൻ്റെയും നല്ല മാതൃകകളായി തീരാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം സ്ഥലമുണ്ടാകുമെന്ന് ഈ ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാത്തിരിക്കാൻ ആളില്ലാത്ത, വാതിൽ തുറന്നു തരാൻ ആരോരുമില്ലാത്ത കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ യേശുവിനെ കിടത്തുമ്പോൾ ആ തൊഴുത്തിനും ഒരു വലിയ ശ്രേഷ്ഠത കൈവന്നു. യേശു ഏതു മനുഷ്യൻ്റെ ജീവിതത്തിലും ജന്മമെടുക്കാൻ ആഗ്രഹിക്കുന്നവനാണെന്ന ഈ വെളിപ്പെടുത്തൽ ജീവിതത്തിൽ പകരുന്നത് കെട്ടുപോകാത്ത പ്രതീക്ഷയാണ്. വാതിൽ തുറക്കാത്ത സത്രം യേശുവിനെ തൊഴുത്തുപോലെയും തുറന്ന വാതിലുള്ള തൊഴുത്ത് സത്രം പോലെയുമാണ്. വിരിച്ചൊരുക്കി വിരുന്നുകാർക്ക് വേണ്ടി കാത്തിരിക്കാൻ വിധിക്കപ്പെട്ട സത്രവാതിലുകൾ അടയ്ക്കപ്പെട്ടപ്പോൾ നന്മയുടെ സാന്നിധ്യത്തെ ആ തൊഴുത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ അവിടം അവിസ്മരണീയമായി തീരുന്നു. ഉള്ളിൽ വസിക്കുന്നവനാണ് ആകെയുള്ളതിന് വില നൽകുന്നത്. വിലപ്പെട്ട മനുഷ്യൻ്റെ വില കെട്ടുപോകാതിരിക്കാൻ ഉള്ളിൽ ദൈവം ജനിക്കണമെന്ന് നാം മറന്നു പോകരുത്. മണ്ണിലിടമില്ലാതെ ഗുഹയിൽ ജനിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തപ്പെട്ട ഉണ്ണിയേശു കാലിത്തൊഴുത്തിന് പുണ്യസ്മരണ നൽകിയതുപോലെ നമ്മുടെ ഹൃദയത്തിൽ പിറന്ന് വീഴുന്ന ഉണ്ണിയേശുവിൻ്റെ ജീവനും നമുക്ക് പുണ്യസ്മരണ നൽകുമെന്ന് ഈ ക്രിസ്മസ് കാലം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതാവേശങ്ങളുടെ തിരയിളക്കം
തൊഴുത്തുപോലെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയാലും ഭയപ്പെടരുത്. ജനിക്കാൻ ഇടം തേടുന്ന നല്ല ഇടയൻ ഇടമന്വേഷിച്ച് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. ഓർക്കുക, വാതിൽ തുറന്നു കൊടുക്കേണ്ടത് നാമാണ്. ഈ ക്രിസ്മസ് ദൈവത്തിന് പിറക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്ന അനുഗ്രഹീത സന്ദർഭമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പുണ്യദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.